ഹായ് പറയും. ഹായ്. ഹായ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. വൈകിട്ട് 3:15 കൂടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന നേത്രാവതി എക്സ്പ്രസ്സിനാണ് നമ്മൾ യാത്ര തിരിച്ചിട്ടുള്ളത്. അദ്വയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോകുന്നത്. പിന്നെ ട്രെയിൻ നേരിട്ട് ഇത്ര അടുത്ത് കാണുന്നതും ആദ്യമായിട്ടായിരിക്കും. ഓരോ ട്രെയിനും അവൻ ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് കണ്ടിരുന്നിരുന്നത് കേട്ടോ. ഈ യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിട്ട് 3 മാസമായി കേട്ടോ. നമ്മൾ ഒരുപാട് കാത്തിരുന്നൊരു ട്രിപ്പും കൂടിയാണിത്. കാരണം ഫാമിലി എല്ലാവരും ഉണ്ട്. നമുക്ക് അത്രയും സന്തോഷമുള്ള ഒരു ഡേ ആയിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ട്രെയിനിൽ പോകുന്ന ആദ്യത്തെ യാത്ര തന്നെയാണ് ഈ ഒരു യാത്ര. അങ്ങനെ നമ്മൾ മൂകാംബികയിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ റീസൺ അതിനെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എല്ലാവരും കൂടി മൂകാംബികയിലേക്ക് പോകുന്നത്. പുലർച്ചെ 1:30 കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ബൈന്ദൂര് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. അപ്പോൾ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകുകയാണെങ്കിൽ ഈ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈന്ദൂര് റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അതിനെ ഞാൻ സ്വെറ്റർ ഇടാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയതാണ്. എന്നാൽ അവന് കാല് തണുത്തിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അതി കരഞ്ഞു തുടങ്ങി. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടാക്സി നോക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അവിടെ ഒരുപാട് ടാക്സികളുണ്ട്. സുമോ പോലത്തെ വണ്ടികൾ കിട്ടും, വാന് കിട്ടും, എല്ലാത്തിനും ഓരോരോ റേറ്റാണ്. ഓട്ടോയും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ ഇത്തിരി ക്ലോസ്ഡ് ആയിട്ടുള്ള വണ്ടി വേണമെന്ന് നമുക്ക് നിർബന്ധമായിരുന്നു. കാരണം അത്രയ്ക്ക് തണുപ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സുമോ ആണ് കേട്ടോ വിളിച്ചത്. അപ്പോൾ അതിന് റേറ്റ് അവർ പറഞ്ഞത് 1200 രൂപയാണ്. നമ്മൾ 1 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂറോളം ട്രാവലുണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഭാഗത്തോട്ട് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ മുമ്പിൽ ഇറങ്ങിയിട്ട് അവിടെ റൂം നോക്കാം എന്നാണ് പ്ലാൻ ചെയ്തത്. നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്യാതെയാണ് വന്നത്. കാരണം ഞാൻ കുറേ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ റൂമുകളൊന്നും കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന്. എന്നാൽ നമ്മൾ പോയ ഡേയിൽ ഭയങ്കര തിരക്കായിരുന്നു. എല്ലാ റൂമും ഫില്ലായിരുന്നു. നമുക്ക് ഫ്രഷപ്പിന് പോലുള്ള റൂം അവൈലബിൾ ആയിരുന്നില്ല. എന്നാൽ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു 500 മീറ്ററോളം അകലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ റൂമുകളൊക്കെ കിട്ടും. എന്നാൽ നമ്മൾ ഈ പുലർച്ചെ 1:30 എത്തുന്ന ആ ടൈമിൽ നമ്മൾ റൂം നോക്കാൻ നടന്നു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സാറ്റർഡേ സൺഡേ ഡേയ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ റൂം ബുക്ക് ചെയ്ത് വരുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം കുറച്ച് നടക്കേണ്ടതും എല്ലാതും ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു നമ്മൾ പോയ ടൈമിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് നിൽക്കാനും നടക്കാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നല്ലൊരു ഡീസൻറ്റ് റൂമായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഒറ്റ റൂമാണ് കേട്ടോ എടുത്തത്. ഒരു വലിയ ഡബിൾ ബെഡായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവർക്കും 6 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ബെഡായിരുന്നു. എന്നാൽ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് കിടന്ന് നമ്മൾ റെഡിയാവാൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങളൊരു 6:30 കൂടി അമ്പലത്തിൽ എത്താം എന്നാണ് പ്ലാൻ ചെയ്തത്. എന്നാൽ 6:30 കഴിഞ്ഞ് 7 മണിയായിട്ടാണ് കേട്ടോ നമ്മൾ ഓൾമോസ്റ്റ് അമ്പലത്തിലെത്തിയത്. നമ്മളാരും തന്നെ തലേ ദിവസം ട്രെയിനിൽ കിടന്നിട്ട് ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉറങ്ങാനായിട്ട്. അത് നമുക്കത് ശീലമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം ടയേർഡാണ്. ഓൾമോസ്റ്റ് ആരും ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ ക്ഷീണം നമുക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സർവീസ് ഉണ്ടായിരുന്നു. 2 രൂപ കൊടുത്താൽ അവിടെ ചെരുപ്പൊക്കെ അങ്ങനെ വെക്കാം. എന്നാൽ അത് നോക്കാൻ വലിയ സെക്യൂരിറ്റി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ തന്നെ ചെരുപ്പെടുക്കും, ഇടും, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ പോയ അന്ന് ഭയങ്കര തിരക്കായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ക്യൂവും ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. അങ്ങനെ നമ്മൾ അതിലേക്ക് എഴുത്തിനിരുത്താനുള്ള ചീട്ടൊക്കെ എടുത്ത്
നമ്മൾ മണ്ഡപത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ മണ്ഡപത്തിലധികം ആൾക്കാരെ കാണുന്നില്ലെങ്കിലും അതിൻ്റെ ചുറ്റും പുറത്തൊക്കെ വെയിറ്റിങ്ങിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അദ്വൈനെ എഴുത്തിനിരുത്തണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് തീർന്നപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ നമുക്ക്. അതിനുശേഷം നമ്മൾ വരി നിന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. നമ്മൾ മറന്നുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 100 രൂപയുടെ ഒരു വരി അത് നമ്മൾ മറന്നുപോയായിരുന്നു. നമ്മൾ സാധാരണ നിൽക്കുന്ന വരിയിലാണ് നിന്നത്. കുറച്ച് നേരം നമുക്ക് വരി നിൽക്കേണ്ടി വന്നു. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ തൊഴാനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടോ. എപ്പോൾ തൊഴുതിറങ്ങുമെന്ന് പറഞ്ഞേ? 9 മണിക്ക് തൊഴുതിറങ്ങുമെന്ന് പറഞ്ഞ ഞങ്ങൾ 10:30 കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയിട്ട് കുറച്ച് നേരം ഇരുന്ന് ഡ്രസ്സൊക്കെ മാറി നമ്മൾക്കൊരു പ്ലാനുണ്ട് മുരുടേശ്വർ ടെമ്പിളിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മുരുടേശ്വർ ടെമ്പിളിലേക്ക് പോവാണ്. അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ നമുക്ക് ടാക്സി സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് അതിലാണ് അങ്ങോട്ട് പോകുന്നത്. റിട്ടേണും ഇവർ തന്നെ ആക്കിത്തരും. അങ്ങനെയാണ്. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് 1 മണിക്കൂറോളം ട്രാവലുണ്ട് ഈ മുരുടേശ്വർ ടെമ്പിളിലേക്ക്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിലൊരു ലൈൻ കണ്ടു. അത് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടുള്ളതാണെന്നാണ് വിചാരിച്ചത്. എന്നാൽ ആ ലൈനിൽ നിന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലേക്കുള്ള ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ആ ലൈനിന്ന്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെന്നിട്ട് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 20 രൂപയാണ് റേറ്റ്. അങ്ങനെ നമ്മളൊരു 18ാമത്തെ നിലയിലെത്തിയിട്ട് നമുക്കിങ്ങനെ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും കേട്ടോ.
അങ്ങനെ ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും 3 മണി ആകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അമ്പലത്തിൻ്റെ ആ വലിയ ഡോറ് തുറന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 3 മണി തൊട്ടാണ് നമുക്ക് എൻട്രൻസ് ഉള്ളിലോട്ടുള്ളതെന്ന്. നമ്മൾ ആ ഫസ്റ്റത്തെ കുറച്ച് ആൾക്കാർ കയറുന്ന ടൈമിൽ തന്നെ കയറിപ്പോയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തൊഴാനായിട്ട് പറ്റിയിട്ടു. പിന്നെ ഈ മുരുടേശ്വർ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലും കൂടിയാണ്. ഒരു ഡിവോഷണലാണ് എന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെയാണ്. അതുപോലെ തന്നെ ആ കടലിൻ്റെ ഏരിയയിലൊക്കെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള ഒരുപാട് ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് മാക്സിമം ടാക്സി വിളിച്ച് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ അവിടെ നമുക്ക് ചിലവഴിക്കാനുള്ള ടൈം തന്നത് ഒരു 3 മണിക്കൂറോളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കിതൊന്നും കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് റിട്ടേൺ നമ്മൾ ടാക്സിയിൽ പോരുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റിട്ടേൺ 6:30 കൂടിയിട്ട് ബൈന്ദൂര് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. രാത്രി 10:30ക്കാണ് ട്രെയിൻ. അങ്ങനെ നമ്മൾ അത്രയും ടൈം പക്ഷെ അവിടെ ഇരിക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ മൂകാംബിക മുരുടേശ്വർ യാത്ര നല്ല അടിപൊളിയായിട്ട് തീർന്നു കേട്ടോ. നമുക്ക് ഒരുപാട് ഇഷ്ടമായി ആ ഒരു യാത്ര. നമുക്ക് ആകെപ്പാടെ ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് കിട്ടാത്തതുകൊണ്ട് ഒരു ഉറക്കം കറക്റ്റ് ആവാത്തത് കൊണ്ട് തന്നെയുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൂകാംബിക മുരുടേശ്വർ യാത്ര. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അടുത്ത വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.